ഹലോ, ധന്യസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമ്മൾ ഇന്നൊരു ഈവനിങ് സ്നാക്സും നല്ലൊരു ചുവന്ന ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഞാനിതാ ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ബൗളിലേക്ക് 1.5 കപ്പോളം മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. മൈദ മാവ് മാത്രമാണ് എടുക്കുന്നുള്ളൂ. ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂണിൻ്റെ പകുതി മാത്രം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം ചെറിയ ജീരകം ക്യൂമിൻ സീഡ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും ചതച്ചെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി ഒരു 1/4 കപ്പോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് കുറച്ച് ലൂസിൽ നമ്മളിതിനെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ, അത്ര ഐറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഈവനിങ് സ്നാക്സാണ് കേട്ടോ. കുറച്ച് എരിവുള്ളതാണ്. അപ്പോൾ ഇതാ മുഴുവനായിട്ട് 1/4 കപ്പോളം തന്നെ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ലൂസായ രീതിയിൽ തന്നെ ഇതിനെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു 10 മിനിറ്റ് മുന്നെങ്കിലും ചെയ്തെടുക്കണം. സമയമുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ വരെ വെക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. എത്ര അറിയാത്തവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. നല്ല തണുപ്പൊക്കെയുള്ള സമയമാണെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കുന്നത് നന്നായിരിക്കും. ഇതിനി അടച്ച് ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും ഞാനിവിടെ ഒരു സവാള അരിഞ്ഞെടുത്തത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചട്നിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാളം പുളിയാണ് കേട്ടോ. ഇനി ഇതാ 1/2 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ്, അതല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ഉപയോഗിക്കാം. 1/4 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ 1 മിനിറ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചുമന്ന ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്ര പണിയേ ഉള്ളൂ കേട്ടോ. 5 മിനിറ്റിൽ തന്നെ നമ്മൾക്കൊരു ഈവനിങ് സ്നാക്സും ചട്നിയും കൂടെ ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കാട്ടിൽ എളുപ്പത്തിലൊരു സ്നാക്സ് ഇനി ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ചുമന്ന ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനത് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മാവ് കുറച്ച് ഒന്ന് ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ലൂസായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇത്രയും മതിയാവും. പിന്നെ ഒരുപാട് ഇങ്ങനെ പൊങ്ങി വരുമൊന്നും വേണ്ട കേട്ടോ. നമ്മൾ മൈദ മാത്രമാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഡെയിലി ഒന്നും നമ്മളിത് ഉണ്ടാക്കിയെടുക്കരുത്, എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിനെ നല്ല തിളച്ച എണ്ണയിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ പ്രത്യേകിച്ച് ഒരു ഷേപ്പിലൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ കേട്ടോ. ഇതിനെ ബേക്കിംഗ് സോഡ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ ഒരു രീതിയിൽ നമ്മൾക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് കളറ് മാറി വരുമ്പോൾ നമുക്കിതിനെ കോരിയെടുക്കാം. അപ്പോൾ ഇതാ ഒരുവിധം ഒന്ന് ആയിട്ടുണ്ട്. ഇത് ശരിക്കും ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് വെന്ത് വരണമെങ്കിൽ ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു ട്രിപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത് ബാക്കിയുള്ളത് ഇതാ നമുക്ക് ഷേപ്പിൽ ഉണ്ടാക്കണമെങ്കിൽ ഇതാ ഈ ഒരു രീതിയിൽ ആക്കി കൊടുത്താൽ മതി. നമ്മൾ മൈസൂർ ബോണ്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അതും എല്ലാം ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ചും കൂടി നമുക്കൊന്നൊരു ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതായി വന്നിട്ടുണ്ട്. 2 സൈഡും ഇതുപോലെ മുരിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾക്കിതിൽ മസാലകളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിനെ കോരിയെടുക്കുകയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സ്പെഷ്യലായിട്ടുള്ള ബോണ്ട ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കാൻ വേണ്ടി നല്ല ചൂടിൽ തന്നെ കഴിക്കാൻ പറ്റിയ ചുമന്ന ചട്നിയും ബോണ്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരെണ്ണം എടുത്ത് നമ്മൾ ഈ ചട്നിയിലൊക്കെ ഇങ്ങനെ മുക്കി കഴിക്കുന്നത് വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.